ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്കെല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഏകദേശം elcb ഈ കാണുന്നതാണ് elcb. elcb ആവശ്യമില്ലാതെ ഏകദേശം ഒരു സിംഗിൾ ഫേസ് ആണെങ്കിൽ ഏകദേശം ഒരു 2000 രൂപ വില വരുന്ന elcb ഒഴിവാക്കിയിട്ട് ഐസൊലേറ്റർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഐസൊലേറ്റർ മാത്രം പോരെ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് mcb കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത്രയും മാത്രം പോരെ? ഇതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് സേഫ്റ്റി ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പോരെ, mcb ട്രിപ്പ് ആവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ elcb മാക്സിമം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ 2000 രൂപ ലാഭിക്കാം എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളും ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് പോരെ എന്നാണ് നമ്മുടെ മനസ്സിലുള്ള ചോദ്യം. ഇതിനുള്ള ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വൈദ്യുതി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പൈസയേക്കാൾ ഉപരി നമ്മുടെ ജീവനും അതുപോലെ തന്നെ സ്വത്തിനും സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ elcb മാക്സിമം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുക, ഇപ്പോൾ ഒരു ബിൽഡിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത്, അതൊരു ടെമ്പററി ബോർഡാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഈ ടെമ്പററി ബോർഡ് നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ അത് elcb ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് പറഞ്ഞു തരാം. അതായത് ഈ elcb അപ്പോൾ ഈ കാണുന്നതാണ്, ഇതാണ് elcb. അതിൻ്റെ ടെസ്റ്റ് ബട്ടൺ കാണിക്കുന്നുണ്ട്. കമ്പനി പറയുന്നുണ്ട് എല്ലാ മന്ത്ലിയും ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ജാമായി പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. വർക്കിംഗ് ആണോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഈ സംഭവം ഓൾറെഡി ഇല്ല എന്ന് വിചാരിക്കുക. ഓൾറെഡി ഇല്ലെങ്കിൽ elcb നമ്മൾ അല്ലെങ്കിൽ rccb വെച്ചിട്ടില്ല, ഐസൊലേറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഐസൊലേറ്റർ മാത്രം നമ്മൾ കൊടുത്തു. ഇപ്പോൾ ഈ ബിൽഡിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടെമ്പററി ബോർഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന കണക്ഷൻസ് അല്ലെങ്കിൽ മോട്ടറിൻ്റെ കണക്ഷൻസ്, ഇതിൽ നിന്നും പവർ പ്ലഗ് കുത്തി നമ്മുടെ വീടുകളിലേക്കൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ടെമ്പററി ബോർഡ് പുറത്താണല്ലോ ഇരിക്കുന്നത്. അകത്തേക്ക് നമ്മൾ കൊണ്ടുപോയി ഈ വയർ ലീക്കോ കാര്യങ്ങളോ എന്തോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അകത്തെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് എർത്തടിക്കുകയോ അല്ലെങ്കിൽ ലീക്കുള്ള വയറിൽ ഒന്ന് ചവിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും തന്നെ എർത്ത് കിട്ടും. ഈ എർത്ത് കിട്ടുന്ന സമയത്ത് ഈ elcb ഇല്ല എങ്കിൽ അത് ട്രിപ്പാവില്ല. ട്രിപ്പായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എർത്ത് കിട്ടുന്ന ആൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് എർത്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഓൾറെഡി ആളുകൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിനുള്ളിലും വെക്കുന്ന സമയത്ത് ഈ elcb അല്ലെങ്കിൽ rccb ഒഴിവാക്കി കഴിഞ്ഞാൽ ആർക്കടിയിൽ ഒരു എർത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ എർത്ത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കറണ്ടിൻ്റെ ലീക്കേജ് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഈ elcb ഒഴിവാക്കിയിട്ട് ഐസൊലേറ്റർ വെച്ചു, അതിനുശേഷം mcb വെച്ചു. mcb വെച്ച് കഴിഞ്ഞാൽ mcb ട്രിപ്പ് ആവില്ലേ എന്ന്? ട്രിപ്പ് ആവും. എങ്ങനെ ട്രിപ്പ് ആവുന്നത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. mcb ട്രിപ്പ് ആവുന്നത് ന്യൂട്രൽ ഫേസ് തമ്മിൽ ഷോർട്ടിംഗ് എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ elcb ട്രിപ്പ് ആവുള്ളൂ. അതല്ലാതെ നമുക്ക് എർത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫേസിൽ നിന്നാണ് നമുക്ക് എർത്ത് കിട്ടുന്നത്. അതായത് ടെസ്റ്റർ കുത്തി തെളിയുന്ന ഭാഗത്തുള്ള ആ വയറിൽ നിന്ന് നമുക്ക് എർത്ത് കിട്ടുന്നത്. ഈ എർത്ത് കിട്ടുന്ന സമയത്ത് ഷോർട്ടിംഗ് എഫക്റ്റ് അല്ല സംഭവിക്കുക. നമ്മൾ ആ ഫേസ് നമ്മൾ ടച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ വഴി എർത്ത് ആവുകയാണ് ചെയ്യുന്നത്. അത് ഭൂമിയിലേക്ക് അത് പ്രഹരിക്കുക, അത് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എർത്ത് അത് രണ്ടും തമ്മിൽ, ന്യൂട്രൽ ഫേസും തമ്മിൽ കൂട്ടുമുട്ടുന്ന ഒരവസ്ഥയല്ല അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും mcb ട്രിപ്പ് ആവില്ല. mcb ട്രിപ്പ് ആവാത്തോളം കാലം എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ സമയം elcb എന്ന് പറയുന്നത് എർത്ത് ലീക്കേജ് കറണ്ടിലാണ് അത് ഓൾറെഡി ട്രിപ്പ് ആവുന്നത്. അതായത് നമുക്ക് ആർക്കെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒരു എർത്തോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വഴി ഫേസ് വയർ, അതായത് കറണ്ട് പോകുന്ന ആ വയർ, ടെസ്റ്റർ കുത്തിയ തെളിയുന്ന ആ വയർ നമ്മൾ വഴി താഴേക്ക് ഭൂമി വഴി എർത്താവുന്നു. അങ്ങനെയാണ് ഈ elcb ട്രിപ്പ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഉപകരണം ഈ elcb അല്ലെങ്കിൽ rccb ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലായി, ഈ കാണുന്ന ടെസ്റ്റ് ബട്ടൺ ഉണ്ട്, ഇത് മന്ത്ലി നമ്മുടെ വീടിൻ്റെ അകത്തുള്ള rccb elcb ജസ്റ്റ് ഒന്ന് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്ന് കമ്പനി പറയുന്നുണ്ട്. അതങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് പ്രോപ്പർ വർക്കിംഗ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ്, അല്ലെങ്കിൽ ജാമായി പോയിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഒരു ജീവൻ രക്ഷപ്പെടാണെങ്കിൽ അത്രയും നല്ലതല്ലേ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.